ഒന്ന് മരിക്കാൻ എനിക്ക് കുറച്ച് ഗുളിക ആരെങ്കിലും പൊടിച്ച് തരുമോ, തന്ന് അത് ഒഴിച്ച് തന്നാൽ മാത്രമേ എനിക്ക് മരിക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന് തൂങ്ങണമെങ്കിൽ ആരെങ്കിലും ഒരു ഷോൾ എനിക്ക് കെട്ടിത്തരണം. പക്ഷേ ഇതാരും, എൻ്റെ വീട്ടിലാരും എനിക്കത് നടത്തി തരാൻ പോകുന്നില്ല. അത് ഇത്രയും അവരെ നോക്കിയെടുത്ത് വെച്ചേച്ച് അതൊരിക്കലും അവർ ചെയ്തിട്ടില്ല. എനിക്ക് സ്വയം ചെയ്യാനും പറ്റില്ല. എന്ത് ചെയ്യും ഇങ്ങനെ പോയാൽ? ഒന്ന് മരിക്കണമെങ്കിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണം. കാരണം ഒരു കൈ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മൊത്തം ഇതായി ആഹാരമെല്ലാം. അപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിലൊക്കെ കയറി കഴിഞ്ഞുള്ള അവസ്ഥ അറിയാമല്ലോ. ഒരു കത്തീറ്റർ ഇട്ടും യൂറിൻ പോകാനൊരു ട്യൂബും ഇട്ട് മൂക്കിൽ കൂടെ ഒരു ട്യൂബും ഇട്ട് അവർ നമ്മളെ ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. സംസാരശേഷി നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ട്. ഇനി എന്തിനിങ്ങനെ ജീവിക്കണം? ജീവിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല. ആർക്കും ഒരു ഉപകാരമില്ലാതെ ഉപദ്രവം മാത്രമായിട്ട് കിടക്കുകയാണ്. അതൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത്, ഇച്ചിരി വെള്ളമെങ്കിലും എനിക്ക് കുടിക്കാൻ, വാവഴി കുടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഇത് കഴിയുമ്പോൾ ഇങ്ങനെ കൈ വെച്ച് അടിച്ച് കാണിക്കും, വെള്ളമൊക്കെ ചൂണ്ടി കാണിക്കുമ്പോൾ അവരെനിക്ക് കോട്ടണിൽ ഞാൻ ലിപ്പ് നനച്ച് തരും. അത്രയാണ് എനിക്ക് കിട്ടുന്ന വെള്ളം. വെള്ളത്തിൻ്റെ വില മനസ്സിലായി, ആഹാരത്തിൻ്റെ വില മനസ്സിലാവുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്. അപ്പോൾ അവർ പറഞ്ഞ് കാഴ്ച കിട്ടില്ല ഇനി തിരിച്ചെന്തായാലും. അത് പോയി. സംസാരശേഷിക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതും അവർ കൈമലർത്തി. അവർ ലാസ്റ്റ് മൂമെൻറ്റിൽ ഞങ്ങളെ വഴക്ക് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പെയിനോടുകൂടിയൊക്കെയാണ് എന്നെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നത്, ഞങ്ങൾ എന്ത് മെഡിസിനാണ് ഇനി സിസ്റ്ററെ തരേണ്ടത്? നിങ്ങൾക്ക് എന്ത് മെഡിസിനാണ്? ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈശ്വരനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞത്, ഈശ്വരനെ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവത്തെ വിളിക്കുക, നിങ്ങളുടെ ഈശ്വരനെ വിളിക്കുക. അവരും കൈ ഒഴിഞ്ഞു. എൻ്റെ പേര് സിനി ജെയിൻ എന്നാണ്. 2019 ചെറിയൊരു പനിയുടെ ഭാരത്താൽ തുടങ്ങിയതാണ്. ചെറിയ പനി തുടങ്ങി, അത് ന്യൂമോണിയയിലേക്ക് പോവുകയും അതിൽ നിന്ന് ദൈവം വെടിവെച്ചതാണ്. ന്യൂമോണിയയിൽ നിന്നൊക്കെ ഒരുപാട് ബാഡ് സ്റ്റേജുകളിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരുന്നു. സ്തോത്രം. ബാഡ് സ്റ്റേജ് മീൻസ് ന്യൂമോണിയ വന്നു, ഹോസ്പിറ്റലിൽ കിടന്നു, എന്നിട്ട് ഒന്നും കുറയുന്നുണ്ടായിരുന്നില്ല. കുറയാതെ നിന്ന സമയത്ത് തന്നെ എന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എൻ്റെ രോഗം കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് വൈകി. ഞാൻ എൻ്റെ സാക്ഷ്യം ഷോർട്ടാക്കുകയാണ് കേട്ടോ. 2019-18 കാലഘട്ടങ്ങളിൽ ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. പെട്ടെന്ന് ഞങ്ങൾക്കൊരു 10 ദിവസത്തേക്ക് നാട്ടിലേക്ക് വരേണ്ട വന്നതാണ്. ആ വരവാണ് പെട്ടെന്ന് തന്നെ വന്നിട്ട് എനിക്ക് ഈ പനി പിടിക്കാൻ തുടങ്ങി. ക്ലൈമറ്റ് ചേഞ്ച് പോലെ വന്ന് പനി പിടിച്ചു. പനി തുടങ്ങി, ന്യൂമോണിയയിലേക്ക് പോയി. ന്യൂമോണിയയിൽ നിന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഭയങ്കര ഛർദിലും ഭയങ്കര വയറുവേദനയൊക്കെ ആയിട്ട് നിന്ന സമയത്ത് എനിക്ക് എത്ര മെഡിസിൻ തന്നാലും എൻ്റെ ശരീരത്തോട് ഏൽക്കുന്നില്ല. അത് ഏൽക്കാതെ വന്ന് അതിങ്ങനെ പിന്നെ സ്കാൻ ചെയ്ത സമയത്ത് എൻ്റെ പാങ്ക്രിയാസിന് ചെറിയ സ്വെല്ലിങ് കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ സമയം 2019 ഞാൻ അടുത്ത ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റായി. അപ്പം കുറച്ച് ദിവസം അവർ വീണ്ടും മെഡിക്കൽ കോളേജിൽ കുറച്ച് ദിവസം 10-21 ദിവസം IV ഫ്ലൂയിഡിൽ മാത്രം എന്നെ കിടത്തിയിരുന്നു. ട്രിപ്പ് മാത്രം എനിക്ക് തരുന്നുണ്ടായിരുന്നു. ട്രിപ്പ് തന്നുകൊണ്ടിരിക്കുന്ന എനിക്ക് വാവഴി വെള്ളം അവർ ചില ദിവസങ്ങളിൽ ഡോക്ടർ അലോ ചെയ്യും, വെള്ളം കൊടുത്ത് നോക്കാൻ പറയും. പക്ഷെ ആ വെള്ളം ഒരു തുള്ളി എൻ്റെ വയറിനകത്ത് ചെല്ലുന്നതനുസരിച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, സഹിക്കാൻ പറ്റാത്ത പെയിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും നമ്മുടെ വയറിപ്പോൾ പൊട്ടിപ്പോ, അതുമാതിരി വേദനയാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ദൈവത്തോട് കൂടുതൽ അടുത്തിട്ടില്ല. പ്രാർത്ഥിക്കും ചെറിയ രീതിയിൽ, ചെറിയ തോതിൽ നമ്മൾ കള്ളപ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന പോലെ. അങ്ങനെയായിരുന്നു എൻ്റെ ലൈഫ്. പിന്നെ എപ്പോഴും ഞാൻ മെഡിസിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഞാനൊരു സ്റ്റാഫ് നേഴ്സും കൂടാണ്. അപ്പോൾ എപ്പോഴും എൻ്റെ തലയിൽ എപ്പോഴും ഇങ്ങനെ മെഡിസിനാണ്. ഇന്ന മെഡിസിൻ കഴിച്ചാൽ ചിലപ്പോൾ സെറ്റ് ആവുമായിരിക്കും, ഞാൻ ഓക്കെ ആകും. ആ ഒരു ഇതിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. മുന്നോട്ട് പോകുന്ന സമയത്തും മെഡിക്കൽ കോളേജുകാർ ഡിസ്ചാർജ് ആക്കി വീട്ടിൽ വിടും. ഒരുവിധം ഒന്ന് സെറ്റാവും. വെള്ളം കൊടുത്തു വീട്ടിൽ പോയിട്ട് വെള്ളം മാത്രം കൊടുക്കുക, നിങ്ങൾ വേറെ ഒന്നും കൊടുക്കണ്ട, അത് ശരിയായിക്കോളും എന്ന് പറയും. വീണ്ടും ഞാൻ ഓർക്കും ശരിയാകുമായിരിക്കും. ഞാൻ ഓർക്കും ഇവർ പറഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഞാൻ അടുത്ത മെഡിസിൻ അതിൻ്റെ കുറച്ചുകൂടെ ഹൈ ഡോസ് അല്ലെങ്കിൽ ഡബിൾ ഡോസ് ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആകും എന്നുള്ള ആ ചിന്താഗതിയിൽ തന്നെ കിടക്കുന്നു. അപ്പോഴും ദൈവത്തെ പിടിയൊന്നുമില്ല.
എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, ആ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ സ്വന്തമായിട്ട് പ്രാർത്ഥിച്ച് വിടുതൽ മേടിക്കണമെന്നുള്ള ചിന്താഗതിയൊന്നുമില്ല. അപ്പം മെഡിസിൻ കഴിച്ചാൽ മാത്രമേ അത് ശരിയാകത്തുള്ളൂ എന്നുള്ള ചിന്താഗതി കിടക്കുക. അത് കഴിഞ്ഞ് അതിനോടൊപ്പം വീണ്ടും ഞങ്ങൾ വീട്ടിൽ വരുന്നു, വീണ്ടും ഹോസ്പിറ്റലിൽ പോകുന്നു, വീണ്ടും ഇത് തന്നെ ഇങ്ങനെ വർഷം പോയിക്കൊണ്ടേ ഇരിക്കണോ. 2019 പകുതി ആയപ്പോഴത്തേക്ക് എനിക്ക് സർജറി കഴിഞ്ഞു. ലാപ്രോ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ലാപ്രോ ചെയ്യാൻ ഒരു കീഹോൾ പോലെ ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് കീഹോൾ ആയിരുന്നില്ല, ഓപ്പൺ സർജറി ആയിട്ട് തന്നെ അവർ ചെയ്തു. 3-4 അടുത്ത് ഓപ്പൺ ചെയ്തിട്ട് അവർ നോക്കി. അപ്പോൾ ഒന്നും കണ്ടുപിടിക്കുന്നില്ല. അപ്പം സ്വെല്ലിങ് ഉണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ, സ്റ്റോൺ ആണോ, അതൊക്കെ കഴിഞ്ഞു. സർജറി കഴിഞ്ഞു. എന്നെ 5-ാം ദിവസം ICU ഷിഫ്റ്റ് ചെയ്ത് റൂമിലേക്ക് മാറ്റുന്നു. റൂമിൽ നിന്ന് ഞങ്ങൾ വീണ്ടും 5 ദിവസം കഴിഞ്ഞിട്ട് ഡിസ്ചാർജായി വീട്ടിലേക്ക് പോകുന്നു. ഓക്കെയാണ്, ഞാൻ ഓക്കെ ആയി. പിറ്റേ ദിവസം തൊട്ടൊക്കെ ഓക്കെയാണ്. പക്ഷേ എങ്കിലും ഫ്ലൂയിഡ് മാത്രമേ ഉള്ളൂ എനിക്ക് തരുന്നത് അവർ. ഞാൻ വീണ്ടും വീട്ടിൽ വന്നിട്ട് അവർ അന്നേരപ്പോൾ ഡിസ്ചാർജ് ചെയ്തു. വീട്ടിൽ വന്നപ്പോഴും അവർ പറഞ്ഞു ഫ്ലൂയിഡ് മാത്രം കൊടുത്താൽ മതി, ലിക്വിഡ് മാത്രം കൊടുത്താൽ മതി, ഓറലി വേറെ കട്ടിയുള്ള ആഹാരമൊന്നും കൊടുക്കണ്ട. ശരി പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. ഇച്ചിരി ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് പിന്നെ സന്തോഷപ്രകാരം നമുക്ക് വീട്ടിൽ പോയേ പറ്റുള്ളൂ. അതുപോലെ ദിവസങ്ങളിങ്ങനെ കഴിയുന്നു. 10 ദിവസം ഡിസ്ചാർജ് ആവും, വീട്ടിൽ നിൽക്കും. വീണ്ടും 3-ാമത്തെ ദിവസം വീണ്ടും ഹോസ്പിറ്റലിൽ വരും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സർജറി കഴിഞ്ഞാണ്, ഞാൻ ഓക്കെയാണ്. ഞാൻ നടന്ന് വണ്ടിയിൽ കയറിപ്പോയി. പിന്നെ തിരിച്ച് വീട്ടിൽ ചെന്ന് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും ഭക്ഷണം കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ പറ്റുകയില്ല. വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത് ഞാൻ വെള്ളവും കുടിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഭക്ഷണവും ഇല്ല, വെള്ളവും കുടിക്കാതെ വന്നപ്പോൾ എനിക്കിങ്ങനെ വാഷ്റൂമിലേക്ക് ഞാൻ പോയപ്പോൾ 2-3 പ്രാവശ്യം ഒന്ന് തെന്നി വീണു. അപ്പോൾ കാലൊക്കെ ഒരു ബലക്കുറവ്, ഭക്ഷണമൊക്കെ കഴിക്കാത്തല്ലേ എന്ന് പറഞ്ഞ് ഞാനും വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 2-ാമത്തെ ദിവസമായപ്പോൾ ഞാൻ മാസ്റ്ററോട് പറഞ്ഞു, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ ഒന്ന് കണ്ടാലോ, കാണുവാണെങ്കിൽ ഒന്ന് ഒത്തിരി നല്ലതായിരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ മാസ്റ്റർ പറഞ്ഞു ശരി, നമുക്കെങ്കിലും ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് കണ്ടേച്ച് വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി ഹോസ്പിറ്റലിൽ പോയി ഇച്ചിരി കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഇതെന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല, രോഗം കണ്ടുപിടിക്കുന്നുമില്ല, അവരും ഇങ്ങനെ ബുദ്ധിമുട്ടുന്നു, നമ്മൾ അതിലേറെ ബുദ്ധിമുട്ടുന്നു. ഡോക്ടർ പറഞ്ഞു സ്കാനിങ് റൂമിൽ പോയി കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഞങ്ങൾ പോയി കിടന്നോളാമെന്ന് പറഞ്ഞു. കിടന്നിട്ട് സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു സിസ്റ്റർ ഒന്നും കാണുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല, ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാനപ്പോൾ ഇറങ്ങാനായിട്ടുള്ള ഒരു ഇത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ദേവദാസിനെ ഒന്ന് വിളിച്ചാൽ കൊള്ളായിരുന്നു. അതിനെ എന്നോട് ചോദിച്ചു ഒറ്റയ്ക്ക് ഇറങ്ങാൻ. ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് ഇറങ്ങി ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് കാലിനൊരു ബലക്കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു എത്ര ദിവസമായി? അപ്പോൾ ഡോക്ടർ ഇച്ചിരി വഴക്ക് പറഞ്ഞു ഇങ്ങനെ കാല് വന്നിട്ട് എടുത്ത് പൊക്കുകയും താഴോട്ട് ഇടുകയും ചെയ്ത് നോക്കുമ്പം ബലം കുറഞ്ഞിരിക്കുകയാണ്. ഈ കാലിൻ്റെ റൈറ്റ് സൈഡ് കാല് അങ്ങ് തളർന്ന സമയത്ത് അവരൊത്തിരി വഴക്ക് പറഞ്ഞു. ഇത്രയും സിസ്റ്റർ ഒരു നഴ്സിംഗ് ഫീൽഡിലുള്ള വ്യക്തിയാണ്, സിസ്റ്റർ എന്താ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ശരിയായിക്കോളും. അവർ പറഞ്ഞു ഓക്കെ, അത് ഓക്കെ ആവും. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ന്യൂറോയിൽ ഒരു ഡോക്ടറെ വിളിച്ച് കാണിച്ച സമയത്ത് അവർ പറഞ്ഞു ഇതായി തളർന്നിട്ടുണ്ട്, വലത് കാല് തളർന്നു എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ന്യൂറോയിലേക്ക് മാറ്റുന്നു. അന്ന് വൈകുന്നേരം തന്നെ കാലെന്നുള്ളത് കയ്യിലേക്ക് മാറുന്നു. പിന്നെ ഫേസ് കോടി ഒരു വികൃത രൂപം പോലായി. അപ്പോഴത്തേക്ക് ശരീരം മൊത്തം നീരായി ഇതിനോടൊപ്പം തന്നെ എൻ്റെ. അപ്പോൾ ഒരു ഇനി എന്ത് ചെയ്യാനാ? അപ്പോൾ ദിവസം കഴിയുന്തോറും ഓരോന്ന് ഇങ്ങനെ അവയവങ്ങളിങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനും ഓർത്തു ശരിയാവുമായിരിക്കും, നാളെ ശരിയാവും. അപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മൈൻഡിൽ വരുന്നില്ല. പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നുമില്ല. ഇന്ന മെഡിസിൻ കഴിച്ചാൽ ചിലപ്പോൾ എൻ്റെ ക്ലോട്ടിങ് എന്തെങ്കിലും അതൊക്കെ ആയിക്കോളും. ഇങ്ങനെ ദിവസങ്ങൾ കഴിയുന്നു. പിന്നെ ഞാൻ ഡിസ്ചാർജായി വീട്ടിൽ വരുന്നു, വീണ്ടും ICUയിലേക്ക് തിരിച്ചു പോകുന്നു. ഈ ദിവസങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ വന്നിട്ട് ഈ പാങ്ക്രിയാസിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിനെ സംബന്ധിച്ച് എനിക്ക് അവരിങ്ങനെ ഓരോരോ രോഗങ്ങൾ കണ്ടുപിടിക്കുന്നു, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. ഇതിനോടൊപ്പം ഒരു 12 കീമോ എനിക്ക് തന്നു. പക്ഷേ അത് നമുക്ക് വലിയ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. നമ്മളങ്ങനെ വലിയതായിട്ട് അതിനെ താലോലിക്കാനും പോയിട്ടില്ല. നമ്മളത് സില്ലായിട്ട് അങ്ങ് വിട്ടു, കൂളായിട്ട് അങ്ങ് വിട്ടു. അത് പോട്ടെ, അത് ശരിയായിക്കോളും. പിന്നെ ഇതിനോട് ഒരു 5-ാമത്തെ 6-ാമത്തെ കീമോ സമയമായപ്പോഴത്തേക്ക് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ വിഷമോ അല്ല, സങ്കടമാണ് വന്നത്. വിഷമം ഉള്ളിലൊതു, സങ്കടം കരയാനും പറ്റില്ല. എന്താ പറയുക, നമ്മളിങ്ങനെ
എനിക്കൊരു 13 വയസ്സായൊരു മോനുണ്ട്. ആ സമയത്ത് മോന് 13 വയസ്സ്, ഇപ്പം മോന് 16 വയസ്സായിട്ടോ. സോറി. അപ്പോൾ അവൻ്റെ പ്രായം എന്ന് വെച്ചാൽ 13 വയസ്സൊക്കെ ആകുമ്പോൾ അവനൊരു തെറ്റ് കണ്ടാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റുകയില്ല. ഭയങ്കരമായ വിഷമം വന്നു. വിഷമം ഉണ്ട്, അതിനേറെ ദുഃഖം. ആരോടും പറയണം, അപ്പോഴും ദൈവത്തെ വിളിക്കണമെന്നില്ല, ദൈവവിളിയൊന്നുമില്ല. അപ്പോഴും ചെറുതായിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. ഇതിനോടൊപ്പം വീണ്ടും ഡിസ്ചാർജ് ആവും, വീണ്ടും പോകും, ഹോസ്പിറ്റലിലേക്ക് പോകും, ഇത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ തിരിച്ചു പോക്ക് എല്ലാം ഐസിയുലോട്ടാണ് പോകുന്നത്. എന്നുവെച്ചാൽ അല്ലാതെ നമ്മൾ അത്രയും ഇച്ചിരി നോക്കിയാകുമ്പോഴത്തേക്കും നമ്മൾ ഡിസ്ചാർജ് മേടിച്ച് പോകും, വീണ്ടും തിരിച്ച് അതിൻ്റെ ഡബിളായിട്ട് വരും. എനിക്ക് പ്രാർത്ഥിച്ച് കരകയറണമെന്നുള്ള ചിന്താഗതിയൊന്നും അപ്പോഴില്ല. വീണ്ടും ഇത് തന്നെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്ന സമയത്ത് ഒരു ദിവസം ആയപ്പോഴത്തേക്ക് സംസാരശേഷിയും കൂടെ പോയി, വളരെ പെട്ടെന്ന് തന്നെ. അപ്പം ഭയങ്കരമായിട്ടുള്ള സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം ഒന്നിച്ച് കയറി. അപ്പം ഞാനോട് ദൈവമേ ഇനി എന്താ ചെയ്യുക, ഇവരെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് എത്ര നാളെന്നും പറഞ്ഞു. അപ്പം വർഷങ്ങൾ കഴിയുകയാണ്. എന്ത് ചെയ്യും ഇങ്ങനെ പോയാൽ? ഒന്ന് മരിക്കണമെങ്കിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണം. കാരണം ഒരു കൈ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മൊത്തം ഇതായി ആഹാരമല്ല. അപ്പോഴത്തേക്ക് പിന്നെയും നമ്മുടെ മെഡിക്കൽ കോളേജിലൊക്കെ കയറി കഴിഞ്ഞുള്ള അവസ്ഥ അറിയാമല്ലോ. ഒരു കത്തീറ്റർ ഇട്ടും യൂറിൻ പോകാനൊരു ട്യൂബും ഇട്ട്, മൂക്കിൽ കൂടെ ഒരു ട്യൂബും ഇട്ട് അവർ നമ്മളെ ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതില്ല, നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു ഹാരമിട്ട് സ്വീകരിക്കുന്നത് പോലാണ്. ഇത് നമ്മുടെ മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നമുക്ക് വേണ്ടായെങ്കിൽ പോലും അവരങ്ങനെ തന്നെയാണ് ചെയ്യുക. പക്ഷെ നമ്മൾ അതിൽ നിന്ന് ഞാൻ അങ്ങനെ ഒന്നും തളർന്നൊന്നുമില്ല. ഈ സംസാരശേഷി നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ട്. ഇനി എന്തിനിങ്ങനെ ജീവിക്കണം? ജീവിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല, ആർക്കും ഒരു ഉപകാരമില്ലാതെ ഉപദ്രവം മാത്രമായിട്ട് കിടക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ എൻ്റെ ഫാമിലി ഒരിക്കലും എന്നെ ഇത് ചെയ്തിട്ടില്ല, ഒറ്റപ്പെടുത്തിയിട്ടില്ല. അവരെപ്പോഴും എന്നെ നമ്മൾ മെൻ്റലി ഡൗൺ ആകാതിരിക്കാൻ അവരെപ്പോഴും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനോടൊക്കെ എനിക്ക് ജന്നി വരാൻ തുടങ്ങി, ഫിക്സ് വരാൻ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ അത് നിർത്തില്ല. അതിങ്ങനെ അപ്പോഴത്തെ വയറുവേദന ഒരുവിധം സെറ്റായി. അപ്പോഴത്തേക്ക് അടുത്തത് തുടങ്ങി, തലവേദനയും പിന്നെ ഈ ഫിക്സ് വരുന്നത്, ജന്നി വരുന്നതും അതങ്ങനെ കൂടി വന്നു തുടങ്ങി. ആ കൂടി വരുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ കിടക്കാൻ പറ്റില്ല. ഞാൻ കട്ടിലേ നിന്നൊക്കെ തെറിച്ച് പോയിട്ട് അപ്പോൾ എനിക്ക് സൈഡിൽ ഞാൻ 3-4 വട്ടം ഇങ്ങനെ നിലത്ത് പോയി തെറിച്ച് വീണത് കൊണ്ട് മനുഷ്യരാണ്, എത്ര വയ്യാന്ന് പറഞ്ഞാൽ അവരും കൂടെ നോക്കുന്നവരും ദേവദാസനുമൊക്കെ ചില സമയത്ത് ഉറങ്ങിപ്പോവും. എത്ര എന്ന് പറഞ്ഞാലും ഉറങ്ങിപ്പോവും. അങ്ങനെ ഉറങ്ങിപ്പോയ ഒരു ദിവസം ഭയങ്കരമായിട്ട് ഫിക്സ് വന്നു. ഞാൻ തെറിച്ച് നിലത്ത് എത്തിയിട്ടിട്ടുണ്ട്. എങ്കിൽ കൂടി അതിൻ്റെ പുറത്തോട് ചെന്ന് തലയടിച്ച് ഞാൻ വീണു. പക്ഷേ എനിക്കറിയത്തില്ല, അവർ തന്നെ പിന്നെ എന്നെ ക്ലീൻ ചെയ്തു, എടുത്ത് കിടത്തുന്നു. ഇത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ സൈഡ് റേസും നമ്മുടെ ഈ ഒരു കമ്പി അടിച്ച് ബെഡിൽ. കാരണം ഹോസ്പിറ്റൽ ബെഡ് പോലത്തെ ആണെങ്കിൽ പിന്നെ ഞാൻ മെൻ്റലി ഡൗൺ ആവും. അപ്പം നമ്മളെ ഉള്ള ബെഡിൽ ഇത് അടിച്ച് വെച്ചേക്കും. അപ്പം നിലത്ത് വീഴത്തില്ല. അങ്ങനെ ഒരു ഉപകാരമായി. ഫിക്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ കണ്ണിലാണ് വരുന്നെങ്കിൽ കണ്ണിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഫുൾ ടൈം. പിന്നെ ഈ വരുന്ന സമയമെല്ലാം പിന്നെ ഹോസ്പിറ്റലിൽ അതൊരു 1 മാസം കിടക്കും, 2 മാസം കിടക്കും, 3 മാസം കിടക്കും. മാസങ്ങളിങ്ങനെ കൂടിക്കൊണ്ട് പോകുന്നു, വർഷങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴീ സംസാരം നഷ്ടപ്പെട്ട സമയം പിന്നെ ഞാൻ ഓർത്തു, ദൈവം എങ്ങനെയൊന്നും മരിച്ചു കിട്ടണമല്ലോ, എങ്ങനെ മരിക്കും ഞാൻ, ആരെന്നെ ഹെൽപ്പ് ചെയ്യും? അപ്പം ദൈവമേ എന്ന് വിളിക്കാൻ തുടങ്ങി. അതുവരെ മെഡിസിൻ ആണ് എൻ്റെ കയ്യിലുള്ളത് മാർഗം. ഈ രണ്ടും നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവമേ ഞാൻ ഇനി എന്തിനിങ്ങനെ കിടക്കണേ? എന്താ അപ്പൻ എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടോ? എനിക്കറിയത്തില്ല. എന്താണ് അത്? ഒന്ന് മരിക്കാൻ എനിക്ക് കുറച്ച് ഗുളിക ആരെങ്കിലും പൊടിച്ച് തരുമോ? അത് ഒഴിച്ച് തന്നാൽ മാത്രമേ എനിക്ക് മരിക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന് തൂങ്ങണമെങ്കിൽ ആരെങ്കിലും ഒരു ഷോൾ എനിക്ക് കെട്ടിത്തരണം. പക്ഷേ ഇതാരും, എൻ്റെ വീട്ടിലാരും എനിക്കത് നടത്തി തരാൻ പോകുന്നില്ല. അത് ഇത്രയും അവരെന്നെ നോക്കിയെടുത്ത് വെച്ചേച്ച് അതൊരിക്കലും അവർ ചെയ്തിട്ടില്ല. എനിക്ക് സ്വയം ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഞാൻ ഓർത്താ ശരി നോക്കാം, നമുക്ക് എന്തായാലും ദൈവത്തിന് എന്തോ എന്നെക്കുറിച്ച് പദ്ധതി ഉണ്ട്. അല്ലാതെ ഒരിക്കലും ഈ ഒരു 2 അവസ്ഥയിൽ നിന്ന് മരണത്തിലേക്ക് ഇനിയും എന്തായാലും എനിക്ക് പോകാൻ പറ്റില്ല, അത് ഉറപ്പായി. അപ്പോൾ ഞാൻ ഓർത്ത് ഇനി എന്താ അപ്പൻ്റെ ഹിതം എന്താ, അല്ലെ എൻ്റെ
ആയുസ് ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്താതെ എന്നെ വിളിക്കുന്നെങ്കിൽ വിളിക്കുക. എനിക്ക് ഈ വേദന സഹിക്കാൻ വയ്യ. അത്രത്തോളം ഞാൻ വെയിൻ കിട്ടുന്നില്ല. പിന്നെ കഴുത്തേലിടുന്നു, കാലിൻ്റെ തുടകളിൽ രണ്ടും ഇടുന്നു, അത് ഇൻഫെക്ഷൻ ആവുന്നു വെയിൻ കിട്ടാൻ വേണ്ടി. ഒരു രക്ഷയില്ലാതെ വന്നപ്പോൾ ഞാൻ ദൈവമേ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കുക, എനിക്ക് പറ്റണില്ല. പറ്റാത്തതുകൊണ്ടാണ്. അതിനോടൊപ്പം തന്നെ ഭക്ഷണത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്യൂബ് ഇട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് എൻഷുർ എന്ന് പറഞ്ഞിട്ടൊരു പൗഡർ വേണം. അത് ഒരു ദിവസം എനിക്ക് 1.5 ബോട്ടിൽ വേണം. ഒരു ബോട്ടിലിൻ്റെ വില 1200 രൂപയാണ്. മെഡിസിൻ അതെല്ലാം നമ്മൾ പുറത്തുനിന്ന് എടുത്തു കൊടുക്കണം. അപ്പോൾ ഈ ദിവസങ്ങൾ കഴിയുന്നതോറും ഈ ICU കിടക്കുന്നതിൻ്റെയും എല്ലാം ഗവൺമെൻറ് ഹോസ്പിറ്റലാണെന്ന് മാത്രം നമുക്ക് പറയാം. ബാക്കി എല്ലാ സാധനവും നമ്മൾ പുറത്തുനിന്ന് എടുത്ത് ഫൈനാൻഷ്യലി ഞങ്ങൾ ഡൗൺ ആവുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഇവരെന്നെ അറിയിക്കുന്നില്ല. രാത്രി വേദനകൾ കുറയുന്നില്ല. ഹോസ്പിറ്റൽ ICUവിൻ്റെ ജീവിതം മടുത്തു. ഈ 2 ദിവസം ഞാൻ വീട്ടിലാണെങ്കിൽ 3-ാം പക്കം വീണ്ടും ICUവിനകത്ത് വീണ്ടും 9 ദിവസം 16 ദിവസം 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് 9 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഹോസ്പിറ്റൽ ജീവിതം. എന്തെങ്കിലും എനിക്കൊരു തീരുമാനം ഉണ്ടാക്കി താപ്പാ, ഇല്ല എങ്കിൽ എന്നെ അങ്ങ് വിളിക്ക്, അങ്ങനെ പറയാൻ തുടങ്ങി. പിന്നെ അപ്പം പ്രാർത്ഥന ഞാൻ തന്നെ സ്വയം ഉള്ളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആരെയും ശല്യപ്പെടുത്താതെ എനിക്ക് എഴുന്നേറ്റ് നടക്കണം. എൻ്റെ അപ്പൻ്റെ വേല ഞാൻ ചെയ്യുക. എന്നെ ഒന്ന് തൊട്ട് എൻ്റെ അപ്പൻ എന്നെ അങ്ങനെ ആ പ്രാർത്ഥന ഞാൻ ഒരു ഇച്ചിരി ചെറിയ പ്രാർത്ഥനയായിരുന്നത് അതൊന്ന് ടൈറ്റാക്കാൻ തുടങ്ങി. കുറച്ചുകൂടെ ഒന്ന് ആഴത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ അപ്പ എന്നെ ഇതിൽ നിന്നൊന്ന് വിടുവിക്കണം അപ്പച്ച. അപ്പൻ്റെ മക്കളാണ് ഞങ്ങൾ. എന്നെ സംബന്ധിച്ച് ഞാനൊരു മാർത്തോമ പാരമ്പര്യത്തിൽ നിന്ന് വന്ന വ്യക്തിയായതുകൊണ്ട് ഞാൻ എപ്പോഴും എനിക്ക് പെന്തക്കോസ് ചർച്ച് എന്ന് പറയുന്നത് ഭയങ്കര കളിയാക്കുന്നൊരു രീതിയാണ്. അന്യഭാഷ പറയുന്നതും കൈകൊട്ടി പാട്ട് പാടുന്ന അതൊക്കെ ഭയങ്കര എന്നെ കളിയാക്കുന്നൊരു വ്യക്തിയാണ്. എൻ്റെ ജനനമൊക്കെ പത്തനംതിട്ട ജില്ലയാണ്. വളർന്നതും എല്ലാം പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പോൾ ഞങ്ങൾ മാർത്തോമയിലായിരുന്നതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ കാണുമ്പം എനിക്ക് ചിരിയാണ്, കളിയാക്കി ചിരിയാണ്. അപ്പം ഞാൻ ഓർക്കും ദൈവമേ ഞാൻ ആ ചിരിച്ചതിൻ്റെയൊക്കെ ആയിരിക്കാം. പക്ഷേ എനിക്ക് കിട്ടിയ തുണയെന്ന് വെച്ചാൽ ദൈവത്തെ അറിയുന്നൊരു വ്യക്തിയാണ്. അപ്പം അപ്പൻ എന്തൊക്കെയോ ഒരു ഇതുണ്ടാവും, എന്നെക്കുറിച്ച് പദ്ധതികളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയാണ് എൻ്റെ പ്രാർത്ഥനകൾ മൂർച്ഛിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെഡിസിനൊന്നും എൻ്റെ ശരീരത്തിന് ഏക്കാതെ വരുന്നപ്പോഴാണ് ഞാൻ ദൈവത്തെ കൂടുതലായി വിളിക്കാൻ തുടങ്ങിയത്. ടെസ്റ്റുകൾ നടത്തുന്നു, ഒന്നും കണ്ടുപിടിക്കുന്നില്ല. ഇതിനോടൊപ്പം അടുത്ത് ഓരോരോ ടെസ്റ്റുകൾ നടക്കുന്നത്. അപ്പോൾ കണ്ണിന് കാഴ്ച ഇനി എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു സർജറി ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്. അപ്പോൾ അവർ പറഞ്ഞ് കാഴ്ച കിട്ടില്ല ഇനി തിരിച്ചെന്തായാലും. അത് പോയി. സംസാരശേഷിക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതും അവർ കൈമലർത്തി. അവർ ലാസ്റ്റ് മൂമെൻറ്റിൽ ഞങ്ങളെ വഴക്ക് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പെയിനോടുകൂടിയൊക്കെയാണ് എന്നെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നത് ഞങ്ങൾ എന്ത് മെഡിസിനാണ് ഇനി സിസ്റ്ററെ തരേണ്ടത്, നിങ്ങൾക്ക് എന്ത് മെഡിസിനാണ് ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈശ്വരനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞത്, ഈശ്വരനെ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവത്തെ വിളിക്കുക, നിങ്ങളുടെ ഈശ്വരനെ വിളിക്കുക. അവരും കൈ ഒഴിഞ്ഞു. എപ്പോഴും ദേവദാസ് എന്നോട് പറയും, ഇനി നിൻ്റെ കയ്യിലിരിക്കുന്നത് കൊണ്ട് നീ പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ ഒന്നും പറയാനില്ല, ഈ കഷ്ടത നമ്മൾ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. അങ്ങനെ എനിക്ക് പ്രാർത്ഥന കൂടി വന്നു, ICU ജീവിതം കൂടി വന്നു. അപ്പോഴത്തേക്ക് കൂടുതൽ കഷ്ടതകൾ കൂടി വന്നു. എന്നിട്ട് പക്ഷേ ആ കൂടി വന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ICU കിടക്കുന്ന സമയത്തും രാത്രി 2:30 ആകുമ്പോഴത്തേക്കും സിസ്റ്റർമാർക്ക് തന്നെ സഹതാപം, പകലുറക്കമില്ല രാത്രി ഉറക്കമില്ല, ഈ വിളിയാണ്. അപ്പം വന്നിട്ട് സിസ്റ്റർമാർ പറയാം, ചേട്ടാ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഈ പ്രാർത്ഥിക്കുന്ന ഒരു 10 മിനിറ്റ് ഞാനൊന്ന് ഉറങ്ങും. ഒരു 10 മിനിറ്റ് ആയിരിക്കും ചിലപ്പോൾ ആ ഉറക്കം കിട്ടുന്നത്. അപ്പോൾ അവർ ഒരു സൗണ്ട് പോലും ICUവിനകത്താണ്, ആരെങ്കിലും സൗണ്ട് ഉണ്ടാക്കാതെ അവർ മാക്സിമം ശ്രമിക്കും ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന്. കാരണം വർഷങ്ങൾ കൊണ്ട് ഇപ്പോൾ അതിനകത്താണ് ജീവിതം. മെഡിക്കൽ കോളേജ് ICUവിനകത്താണ് ജീവിതം. ഈ മരുന്നുകളൊന്നും പിടിക്കാതെ വന്നപ്പോൾ സമയത്ത് അവർ തന്നെ ചോദിക്കും, ഈ സിസ്റ്റർ എന്താ എന്തെങ്കിലും മയക്കുമരുന്നിന് വല്ല അഡിക്റ്റാണോ? അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇനി മരുന്നൊന്നും ശരീരത്തെ ഏക്കാത്തത്. അങ്ങനെയും പറയും. ഇതിനിടയ്ക്ക് പിന്നെ ആയപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ചലനശേഷിയില്ല, സംസാരവും ഇല്ല, ഒന്നുമില്ലാതെ ഒരു ശരീരം. അപ്പോഴത്തേക്ക് ബോഡി മൊത്തം ഇതായി, വീക്കായി, ഒരു പ്രയോജനമില്ലാത്ത കിടപ്പായിപ്പോയി. പിന്നെ ഇതിനിടയ്ക്ക് പിന്നെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, തലവേദന, എല്ലാം കൂടെ ഒന്നിച്ച് കയറി ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ട്. അങ്ങനെ ഇതെല്ലാം നടക്കുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്ന സമയത്തും ഇവർ തലമുടി ടെസ്റ്റിന് വിടുന്നു,
നഖം ടെസ്റ്റിന് വിടുന്നു, വെള്ളം വിടുന്നു, അത് വിടുന്നു, എല്ലാം ചെയ്ത് നോക്കുന്നുണ്ട്. എല്ലാം ചെയ്ത് നോക്കിയിട്ട് ഒന്നിനകത്തും ഒന്നും കാണുന്നില്ല, ഒരു അസുഖവും കാണുന്നില്ല. ലാസ്റ്റ് മൂമെൻറ്റിലാണ് കണ്ടുപിടിക്കുന്നത് CNS വാസ്കുലൈറ്റിസ് എന്ന് പറഞ്ഞൊരു രോഗം. അത് നമ്മുടെ ബ്രെയിനിലോട്ടുള്ള ഒരു ചെറിയൊരു ഞരമ്പിൻ്റെ ഒരു തലമുടി നാറിൻ്റെ ഒരു ആ വെയിൻ ഡാമേജ് ആയിട്ട്. അപ്പോൾ അതിനും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് ജീവിതകാലം മൊത്തം ഫിക്സ് വന്നുകൊണ്ടിരിക്കും, കാഴ്ച പോയി, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ കൂടി നിൽക്കുന്നു. ലാസ്റ്റ് മൂമെൻറ്റിലാണ് ഇതൊക്കെ കണ്ടുപിടിക്കണം. വർഷങ്ങൾ കഴിയുന്തോറും എൻ്റെ ഈ ട്യൂബ്, മൂക്കിൽ കൂടി ഈ ട്യൂബ് ഇട്ടിരിക്കുന്നത്, ആ ട്യൂബ് വഴിയാണ് ഞാൻ ഫുഡ് എടുക്കുന്നത് പോലും. ഈ എൻഷുർ പൗഡർ മാത്രം, വേറെ ഒരു ഇല്ല. എല്ലാവരും അപ്പുറം ഇപ്പുറമൊക്കെ കിടക്കുന്നവരൊക്കെ ഭക്ഷണം കഴിക്കുമ്പം കൊതിയാണ്, മനുഷ്യരാണ്, നല്ല കൊതിയുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഇച്ചിരി വെള്ളമെങ്കിലും എനിക്ക് കുടിക്കാൻ, ആ വഴി കുടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ കൈ വെച്ച് അടിച്ച് കാണിക്കും, വെള്ളമൊക്കെ ചൂണ്ടി കാണിക്കുമ്പോൾ അവരെനിക്ക് കോട്ടണിൽ ഇങ്ങനെ ലിപ്പ് നനച്ച് തരും. അത്രയാണ് എനിക്ക് കിട്ടുന്ന വെള്ളം. വെള്ളത്തിൻ്റെ വില മനസ്സിലാവുകയും ആഹാരത്തിൻ്റെ വില മനസ്സിലാവുന്നു. അപ്പോഴാണ് ദൈവത്തോട് കൂടുതൽ 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 അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് വീണ്ടും ഞാൻ ഒരുപാട് സിക്കായ സമയത്ത്. പക്ഷേ ഇതേ സമയങ്ങളിലെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ പോലും എനിക്ക് വേണ്ടി കരയാൻ ഒരുപാട് ദൈവമക്കളുണ്ടായിരുന്നു, ഒരുപാട് ദൈവമക്കൾ. ലോകമെമ്പാടും എനിക്ക് തോന്നുന്നു പാസ്റ്റർ ജെയിൻ റോയുടെ വൈഫ് സിക്കാണ്, അത്രയും അത്യാസന്നമായ നിലയിൽ ആണ് കിടക്കുന്നത്. ഏത് സമയം എന്ത് സംഭവിക്കാം. ചെറുപ്പക്കാരനായ ഒരു പാസ്റ്റർ, ഒരു പൈതലുണ്ട്, അവരുടെ ലൈഫ് എന്തായി തീരും. നാട്ടുകാരുടെ ചിന്ത അതാണ്, അവരെ തെറ്റു പറയാൻ പറ്റില്ല, സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് തന്നെയാണ്. ഈ പ്രായത്തിൽ എനിക്കും അസുഖമായി ഞാനിങ്ങനെ കിടക്കുന്നു, ഏത് സമയം എപ്പോൾ വേണമെങ്കിലും മരിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിൽ വരുന്നു. നമ്മൾ ഒരു മീറ്റിംഗ് നടക്കുന്ന മീറ്റിങ്ങിന് പാസ്റ്റർ പിന്നെ ഈ ഒരു അവസ്ഥയിലാണെങ്കിലും എന്നെ കാറൊക്കെ കിടത്തിയിട്ട് ആയാലും മീറ്റിങ്ങിന് ഞങ്ങൾ പോകും. പിന്നെ വിശ്വാസം കൂടി, പിന്നെ വീട്ടിൽ ഇരിക്കേണ്ട, കൂടെ പോയി ദൈവത്തെ ആരാധിക്കാനുള്ള ആഗ്രഹം. പക്ഷേ എനിക്ക് എഴുതിയിരിക്കാൻ പറ്റില്ല. കാറിനകത്ത് കിടത്തും, പാസ്റ്റർ പ്രസംഗിക്കുന്നതിൻ്റെ സൈഡിൽ അവിടെ എവിടെയെങ്കിലും കൊണ്ട് കിടത്തിയിരിക്കും, പാസ്റ്റർ പ്രസംഗിക്കും. ഞങ്ങളുടെ കൂടെ പാസ്റ്ററിൻ്റെ അമ്മയാണ് എന്നെ നോക്കി. അപ്പോൾ അമ്മ എപ്പോഴും കൂടെ ഉണ്ടാവും, മോനുണ്ടാവും എപ്പോഴും. എൻ്റെ അടുത്തും വരുന്ന ആളുണ്ട് എപ്പോഴും. പാസ്റ്റർ മെസ്സേജ് കഴിയും, വീട്ടിൽ വരും, വീണ്ടും 3-4 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഹോസ്പിറ്റലിലാവും. ഈ മീറ്റിംഗ് വീണ്ടും ഡിസ്ചാർജ് ആവും, വീട്ടിൽ വരുന്നു. വീണ്ടും ഒരു മീറ്റിങ്ങിന് പോയ സമയത്താണ്, ഒരു മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് എനിക്ക് കണ്ണ് തുറന്നു. വലിയ പ്രതീക്ഷയോടുകൂടി ഞാൻ പോവുകയാണ്. എനിക്ക് ആരാധന നടക്കുന്ന സമയത്ത് ഞാൻ ഓർത്തു, ഇന്ന് എൻ്റെ കണ്ണ് തുറക്കും, എനിക്ക് എന്തെങ്കിലും വിടുതൽ കിട്ടും, ഇന്ന് എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടും. പിന്നെ ഈ സമയത്തെല്ലാം എനിക്കൊരു ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. ഭയങ്കര ആശ്വാസം എന്ന് കഴിഞ്ഞാൽ, ഒരു ദേവദാസം വന്നിട്ട് എൻ്റെ ID ഒക്കെ ഓപ്പൺ ചെയ്ത് വച്ചിട്ട് എന്നോട് പറഞ്ഞ് ഇത് ഓണാക്കി കയറിക്കോണം. അപ്പോൾ ഒരു ഫിംഗറേ ഉള്ളൂ, മൂവ് ആവുന്ന ഒരു ഫിംഗറിൽ വെച്ചിട്ടാണ്. അപ്പം ഞാനിങ്ങനെ കയറുമായിരുന്നു, അതിൽ സൂമിൽ കയറി ഇത് ചെയ്യുന്നു, ഇരിക്കും. എപ്പോഴും വീഡിയോ ഓണാക്കി വെക്കുന്ന വേറൊന്നും കൊണ്ടല്ല, ആരെങ്കിലും എന്നെ കണ്ട് ഒരു സിമ്പതി തോന്നിയിട്ട് അവർ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ എനിക്ക് വിടുതൽ കിട്ടും. സ്വന്തമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ചിന്തയില്ല. ഹെവി ആയിട്ട് അപ്പോഴും പ്രാർത്ഥനയുണ്ട്, ചെറിയ രീതിയിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ ഈ ആരാധന നടക്കുന്ന സമയത്ത് എല്ലാവരും പിരിഞ്ഞു പോയി. സഹതാപത്തോടെ ഞാനും ഇരുന്നു. വന്ന് ആ ചർച്ചിലുണ്ടായിരുന്ന കുറേ പേര് ഇങ്ങനെ നോക്കി എന്നെ സഹതാപത്തോടെ, കാരണം ഇരിക്കാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റാതെ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ കൊണ്ടുവന്നൊരു കൊച്ച് പ്രാർത്ഥിച്ചു. അവരെല്ലാവരും കൂടെ പോകാൻ നേരമായപ്പോൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഭയങ്കര ശക്തമായിരുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചു. അവിടെ കൂടിയ ദേവദാസന്മാരും സഭയിലെ ആൾക്കാരും എല്ലാവരും കൂടി ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന സമയത്ത് തന്നെ എൻ്റെ കണ്ണ് തുറന്നു. അപ്പോൾ എന്തൊക്കെയൊക്കെയോ വലിയ പ്രതീക്ഷകൾ എൻ്റെ മുഖത്ത് വന്നു. വെച്ച് കഴിഞ്ഞാൽ കണ്ണ് തുറന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആമേൻ പറഞ്ഞാൽ എനിക്ക് അവരെല്ലാം ആമേൻ പറഞ്ഞാലും എനിക്ക് ആമേൻ പറഞ്ഞില്ലെങ്കിലും ഒന്നും തോന്നത്തില്ല. കാരണം കണ്ണ് തുറക്കാത്ത ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, കാഴ്ചയില്ലാത്ത ഞാൻ എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ ആ സമയത്ത് എനിക്കൊരു വെട്ടം അടിക്കുന്നു. ഞാൻ നിൽക്കുന്നതിന് അടുത്തുകൂടെ ഇങ്ങനെ ഒത്തിരി പേര് എനിക്ക് ചുറ്റും നിൽക്കുന്നു. അത് ഞാൻ കാണുന്നു. അപ്പം എനിക്ക് തോന്നും, എൻ്റെ മനസ്സിൽ തോന്നുന്നതാണ്. വീണ്ടും ഞാൻ കണ്ണിങ്ങനെ ഞെരടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ എൻ്റെ കണ്ണ് ഓപ്പൺ ആയിട്ടുണ്ട്, നല്ല വെട്ടം അടിച്ചു. അപ്പോൾ നല്ലൊരു ദൈവ സാന്നിധ്യം എന്നെ തന്നെ എനിക്കറിയത്തില്ല. അതിപ്പോഴും എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു അതെൻ്റെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായ ഒരു വിശ്വാസത്തിൻ്റെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും തിരിച്ച് കിട്ടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച അവിടെ തിരിച്ചു വരുന്നത്. അപ്പോഴും ഞാൻ ദൈവത്തോട് സ്തുതിക്കാൻ തുടങ്ങി.
അപ്പൻ എനിക്ക് അപ്പം കാഴ്ച തന്നെങ്കിൽ എൻ്റെ സംസാരശേഷി തിരിച്ചു വരും, എൻ്റെ ആരോഗ്യം പഴയതുപോലെ ആകും. ഞാൻ വളരെ വെയിറ്റ് കുറഞ്ഞൊരു 32 കിലോ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ശരീരം മൊത്തം നീരാണ്. ഞാൻ അറിയാതെ തന്നെ യൂറിൻ പൊയ്ക്കൊണ്ടിരിക്കുക, എപ്പോഴും ഡയപ്പർ യൂസ് ചെയ്യണു. ഇങ്ങനെയൊക്കെ കിടന്ന് ഒരു വികൃത രൂപമായ എന്നെ ദൈവം തൊട്ടതാണ്. ആ ദൈവത്തെ ഞാൻ സ്തുതിക്കാതെ പിന്നെ ആരെ സ്തുതിക്കണേ? അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും ഹോസ്പിറ്റലാവുന്നു. വീണ്ടും വയ്യ. അപ്പോൾ ആ സമയത്ത് സംസാരിക്കില്ല. അപ്പോൾ കാഴ്ചയുണ്ട്, സംസാരിക്കില്ല, അങ്ങനെ കിടക്കുന്നു. ഇതിനിടയ്ക്ക് വെച്ചിട്ട് എനിക്ക് ശ്വാസം ഒട്ടും പോകുന്നില്ല. ഞാൻ ഒത്തിരി ബാഡായെന്ന്, ഒത്തിരി സിക്കായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചത്ത ശവം പോലെ അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പാസ്റ്റർ വന്നിട്ട്, ദിവസം വന്നിട്ട് ഒരു മീറ്റിങ്ങിന് പോയി. ഇതിനിടയ്ക്ക് ഞാൻ കൂടുതലായി എന്നെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റുന്നു. ദേവദാസിനോട് പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, ഞാൻ മരിച്ചു. അപ്പോൾ ഒരു വെള്ളത്തുണി കൊടുക്കണം, പിന്നെ വീട്ടിൽ നിന്ന് 3-4 പേരെ വിളിക്കണം, പെട്ടെന്ന് മോനെ വിളിച്ച് വരുത്തുക എന്ന് പറഞ്ഞു. അമ്മ അവിടെ ബഹളം തുടങ്ങി. ദേവദാസിനെ വിളിച്ചു. ദേവദാസൻ പറഞ്ഞു, ഞാൻ മെസ്സേജ് കഴിഞ്ഞ ഉടനെ വരാം, മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ സമയത്ത് ദേവദാസൻ വന്ന് കഴിഞ്ഞ ഉടനെ അവിടെ വന്നിട്ട് ഹോളിംഗ് ബെല്ലടിച്ചു. പിന്നെ നമ്മുടെ കുടുംബ വീട് പോലെ ആയി അവിടെ ICU. കാരണം എത്രയും വർഷമായതുകൊണ്ട് എല്ലാവരും അങ്ങ് പരിചയമായി. ബെല്ലടിച്ചപ്പോൾ ഒരാൾ വന്ന് തുറന്നു. പാസ്റ്റർ വന്ന് കയറി എന്നെ കണ്ടു. അപ്പോൾ ഒന്നുമില്ല, ചത്ത് കിടക്കുക, മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തി ഇതിൻ്റെ അടുക്ക വന്നിട്ട് ഡോക്ടറോട് ചോദിച്ചു, ഞാനൊന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചു. പാസ്റ്റർ കണ്ടോളാൻ പറഞ്ഞു. ആ സമയത്തൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ് ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം നടക്കുകയാണ്. അപ്പം നമുക്ക് പിന്നെ ബോധമൊന്നും ഇല്ലാണ്ട് കിടക്കുന്നതല്ലേ, മരിച്ചു കിടക്കുന്ന നമ്മളെടുത്ത് പിന്നെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കൈവിട്ട് പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദേവദാസൻ വന്ന് പ്രാർത്ഥിച്ചത് മാത്രം പ്രാർത്ഥിച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് വെളിയിൽ നിന്ന് അകത്തുനിന്ന് ഒരു ഡോക്ടർ ഓടി വന്ന് വെളിയിൽ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, സിനി സിസ്റ്റർ വെൻറ്റിലേറ്റർ വയ്ക്കാൻ സമ്മതിക്കുന്നില്ല, വെൻറ്റിലേറ്റർ എടുത്ത് കളഞ്ഞു. മരിച്ചു കിടന്നു എന്ന് പറഞ്ഞ ഞാനാണ്. ദേവദാസൻ വന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ആ ലാസ്റ്റ് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഒരു ECG എടുക്കും, സ്ട്രെയിറ്റ് വരാം. അപ്പോൾ എനിക്ക് ഇങ്ങനെ എൻ്റെ സിസ്റ്റർമാരിപ്പോൾ എനിക്ക് പറഞ്ഞു തന്നാ, എൻ്റെ പൊന്നു സിസ്റ്ററെ എവിടെ പോയേച്ചാ വന്നേ? ഇങ്ങനെ അവരെന്നോട് ചോദിച്ചേ. വലിയ സംഭവമായിപ്പോൾ കേട്ടോ. ചേട്ടൻ വന്ന് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ഇതെല്ലാം ഇത് ചെയ്തുകൊണ്ട് വന്നേക്കും, എല്ലാം വലിച്ചു പറിച്ച് ദൂരെ കളഞ്ഞു. ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് ഇട്ടതാണ് സിസ്റ്റർ തിരിച്ചു വരാം. പക്ഷേ ഇത്ര പെട്ടെന്ന് വലിച്ചു വരുമെന്ന് അറിയത്തില്ല. ഒരു പ്രതീക്ഷയില്ലാതെ അവരിട്ടു. ഇടാം, ബൈസ്റ്റാൻഡറിനെ കാണിക്കാൻ വേണ്ടി നമുക്ക് ഇടാം, അത്രയേ ഉള്ളുമായിരുന്നു. അവർ പ്രതീക്ഷയില്ലാതെ ഇട്ടു. പക്ഷേ ഞാനതെൻ്റെ സ്വന്തം കൈ കൊണ്ട് വലിച്ചു പറിച്ച് കളഞ്ഞു. ദൈവം അപ്പോൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ദൈവം അപ്പോഴേ പ്രാർത്ഥന കണ്ണിന് കാഴ്ച വന്ന സമയത്താണ് പ്രാർത്ഥനയുടെ മൂർച്ഛിച്ചു വന്നത്. കാരണം ഇനി വേറെ ഓപ്ഷനില്ല. ഇനി അപ്പന് വേണ്ടി ഇറങ്ങിയേ പറ്റുള്ളൂ. അപ്പന് വേണ്ടി ഞാൻ ഇറങ്ങും. അപ്പൻ എനിക്ക് സൗഖ്യം തന്നതാണ്. അപ്പം ഞാനത് അനേകായിരങ്ങളുടെ മധ്യ എത്തിക്കാനുള്ള വ്യക്തിയാണ്. കാഴ്ച ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞെടുത്തുനിന്നാണ് ദൈവം എനിക്ക് കാഴ്ച തന്നത്. അപ്പം ഞാൻ ആ കാഴ്ച എനിക്ക് തന്നെങ്കിൽ എനിക്ക് സൗണ്ട് തിരിച്ചു തരും എന്നുള്ള ആ പ്രതീക്ഷ എനിക്കുണ്ട്. എൻ്റെ രൂപമൊക്കെ പഴയതുപോലെ ആകും. പിന്നെ മനസ്സിലൊരു വിശ്വാസമായി, വിളിക്കുന്നത് ശക്തിയോടെയായി ദൈവത്തിനെ. ദൈവം എനിക്കറിയാം, ഇനി ദൈവം എന്നെ കൈവിടില്ല എന്നുള്ള മനസ്സിലൊരു ധൈര്യം വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് ദൈവം ഞങ്ങളുടെ സഭയിൽ ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. അപ്പോൾ എല്ലാം എൻ്റെ വീട്ടിലിങ്ങനെ മരിച്ചു കഴിഞ്ഞ് നമ്മൾ അടക്കാനുള്ള ശുശ്രൂഷ കർമ്മങ്ങളൊക്കെ നടത്താനുള്ള പരിപാടിയൊക്കെ അവിടെ സ്റ്റാർട്ടായി. ആ സമയത്ത് തന്നെയാണ് ഞാനിതിവിടെ വെൻറ്റിലേറ്റർ ഇവിടെ കാര്യങ്ങളൊക്കെ മൂവ് ആയപ്പോഴത്തേക്ക് എൻ്റെ ഞങ്ങളുടെ ഫാമിലീസാണ് കേട്ടോ, ഞങ്ങൾ ഫാമിലീസാണ് അവിടെ എല്ലാം കുഴി വെട്ടാനുള്ള പരിപാടിയൊക്കെ നോക്കിയത്. അപ്പോഴത്തേക്ക് ഞാനിവിടെ വെൻറ്റിലേറ്റർ വലിച്ചു ഊരി. അതിനുള്ള അവസരം ഞാൻ കൊടുത്തില്ല. അതിന് മുന്നേ ഞാനിവിടെ ഇതെല്ലാം വലിച്ചു ദൂരെ കളഞ്ഞു. അപ്പോഴേ എനിക്ക് ഇത് വിശ്വാസമായി, ഇനി എന്തായാലും എന്നെ ദൈവം വിടത്തില്ല, ഞാൻ വിളിക്കുന്ന ദൈവം ശക്തനാണ് എന്നുള്ളത് നിശ്ചയമായതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ ഡിസ്ചാർജായി ഇച്ചിരി ഒന്ന് ഓക്കെ ആയി വരുമ്പോഴത്തേക്ക് ഞാൻ വീട്ടിലേക്ക് വരും. വീട്ടിൽ വന്നിട്ട് ഞാൻ പിന്നെ പ്രാർത്ഥനയിൽ ഒരു സൺഡേയിൽ പ്രാർത്ഥന നടക്കുന്ന സമയത്താണ് എൻ്റെ സൗണ്ട്, എല്ലാവരും വർഷിപ്പ് നടക്കുന്ന സമയത്ത് എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ഞാനും എല്ലാവരെ പോലെ മനസ്സിൽ ആരാധിക്കും. പക്ഷേ ഞാനും അപ്പോഴും
പുറത്ത് സൗണ്ടില്ല എങ്കിലും ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്യഭാഷ ഇവർ ആരാധിക്കുന്ന പോലെ ഞാൻ ശക്തമായിട്ട് ആരാധിക്കാൻ തുടങ്ങിയ സമയത്താണ് എൻ്റെ സൗണ്ട് ഒരു നിമിഷം എല്ലാവരും സൈലൻ്റായി എൻ്റെ സൗണ്ട് ഉയർന്നു കേട്ടു തുടങ്ങി. അപ്പം എല്ലാം എനിക്ക് ഉറപ്പായി, ഇനി എന്തായാലും ദൈവം എന്നെ തൊട്ട് ഇത്രയും ആക്കിയെങ്കിൽ എനിക്ക് നടക്കാനും പറ്റും, ഇരിക്കാനും പറ്റും, എനിക്ക് കഴിക്കാനും പറ്റും, എല്ലാത്തിനും പറ്റും. ഞാൻ എൻ്റെ രോഗത്തെ എല്ലാം എൻ്റെ മെഡിസിനെല്ലാം ഞാൻ എൻ്റെ മൈൻഡിൽ നിന്ന് ഞാൻ മാറ്റി. ഇന്ന മെഡിസിൻ കഴിച്ചാൽ അതെല്ലാം എൻ്റെ മെഡിക്കൽ ഫീൽഡ്, ശരിക്കും പറഞ്ഞാൽ എൻ്റെ മെഡിക്കൽ ഫീൽഡ് എന്നുള്ളത് ഞാൻ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷമാണ് എനിക്ക് ഓരോരോ വിടുതലുകൾ വന്നു തുടങ്ങിയത്. അപ്പോഴാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇതെല്ലാം ഞാൻ ഓക്കെ ആയി മെല്ലെ മെല്ലെ നടന്നു തുടങ്ങി. ഒരു ദിവസം ഇരുന്നപ്പോൾ എനിക്ക് തോന്നി, ഇത് തന്നെ ഈ ട്യൂബ് ഇത്രയും വർഷം കൊണ്ട് ഞാൻ കൊണ്ടു നടക്കണം, ഇതിനെ ദൂരെ കളഞ്ഞേക്കാം. എൻ്റെ അപ്പം പറയും, നിനക്ക് വേണ്ടാത്ത സാധനത്തിന് നീ എന്തിനോ വെച്ചുകൊണ്ട് നടക്കണേ. ആദ്യം ഞാൻ അത് വലിച്ചു ഊരി കഴിഞ്ഞ സമയത്ത് ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. അതൊന്നും വലിയ വിഷയമുള്ള കാര്യമില്ല. ദേവദാസൻ എനിക്ക് കുറച്ച് വെള്ളം തന്നു, ഞാൻ കുടിച്ചു. ഞാൻ അതിൽ ഓക്കെ ആയി. 5 ml എന്നുള്ളത് 10 ml, അര ലിറ്ററായി. അത് കൂടി വന്നു. ഞാൻ ഓർലി ഭക്ഷണം എടുക്കാൻ തുടങ്ങി. ഇതെല്ലാം ഞാൻ ദൈവത്തെ സ്തുതിക്കാനും തുടങ്ങി. 2024 കൂടി ഞാൻ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയില്ല. ഇപ്പോൾ ദൈവവേലയുമായിട്ട് ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഇപ്പോൾ എൻ്റെ ലാസ്റ്റ് ലോങ് ട്രിപ്പ് ഹൈദരാബാദ് വരെ ഞങ്ങൾ പോയി. ഈ ദൈവത്തെ ഞാൻ സ്തുതിച്ചില്ല, പിന്നെ ആര് സ്തുതിക്കും? ഈ ദൈവത്തെ നമ്മൾ വിളിച്ചില്ല, വിശ്വസ്തനല്ലേ? എത്രയും വിശ്വസ്തന. എൻ്റെ ഇതൊരു ചെറിയ സാക്ഷിയായിട്ട് ഞാൻ ഒരിക്കലും പറയില്ല. എൻ്റെ ദൈവം എനിക്ക് ചെയ്ത എൻ്റെ ഏറ്റവും വലിയ, എൻ്റെ അപ്പൻ എന്നെ തൊട്ടത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കണേ. ഇന്ത്യയിൽ എല്ലാവരിലും വ്യത്യസ്തയാണ്. ഇന്ത്യയിൽ 4 പേർക്കുള്ള രോഗത്തിലുള്ള ഒരു രോഗി, 4 പേർക്കുള്ള ഒരു രോഗത്തിൽ ഒരാളാണ് ഞാൻ. അത് 4-4, ഇന്ത്യയിലോ 4-4. അതിൽ വന്നിട്ട് 2 പേരുണ്ട് ഇപ്പം. അതിൽ ഞാനും ഉണ്ട്, വേറൊരാളും കൂടെ ഉണ്ട്. അപ്പം എല്ലാവരിലും വ്യത്യസ്തയാണ് ഞാൻ. എൻ്റെ അപ്പം എന്നെ വ്യത്യസ്തയാക്കി എടുത്തതാണ്. അപ്പം ആ ദൈവത്തെ ഞാൻ സ്തുതിക്കണ്ടേ. എൻ്റെ അപ്പം തൊട്ടത് കൊണ്ടല്ലേ ഞാനിവിടെ നിൽക്കണേ. അപ്പോൾ ആ ദൈവം, എന്നെ വിടുവിക്കാൻ പറ്റുന്ന ദൈവം, നിങ്ങൾക്ക് ഏതൊക്കെ ഭാരമുണ്ടോ, ഏതൊക്കെ പ്രതികൂലങ്ങളിൽ നിൽക്കുന്നോ, അതിൽ നിന്നെല്ലാം, കടഭാരമാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. രോഗമാണെങ്കിൽ രോഗത്തിൽ നിന്ന്, തലമുറകൾക്ക് വേണ്ടി കരയുന്നവരുണ്ടെങ്കിൽ വിടുവിക്കും. എൻ്റെ അപ്പൻ എന്നെ ഇത്രയുമായിട്ട് സാധ്യതകൾ ഇല്ലാത്തടത്തു നിന്നാണ് എന്നെ വിടുവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സാധ്യതകൾ നിങ്ങളെല്ലാവരും അത് ഓർക്കുക, പ്രാർത്ഥിക്കുക, ഓർത്തുക. ഇനിയും ഞങ്ങൾ ദൈവവേലയുമായിട്ട് ഞങ്ങൾക്കൊരു പൈതലും കൂടെ ഉണ്ട്. അവനെ ഓർക്കണം ഞങ്ങളുടെ കൂടെ. ഞങ്ങളെ ഓർത്ത് നിങ്ങൾക്ക് പറ്റുന്ന സമയം, എപ്പോഴും ആർക്കും പോസിബിളായിട്ടുള്ള കാര്യമല്ല പ്രാർത്ഥിക്കുക. ഞങ്ങളെ ഓർക്കുക, ഞങ്ങളുടെ മിനിസ്ട്രിയെ ഓർക്കുക, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ സാക്ഷ്യം ഞാനിവിടെ നിർത്തുന്നു.